അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ യൂണിയൻ ബജറ്റിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ഒപ്പം തന്നെ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ മുന്നിൽ എത്ര കണ്ട് നിർണായകമാകുന്നു എന്നതിന്റെ പ്രാധാന്യം. ഇന്നലെ ദ്രൗപദി മുർമു പാർലമെന്റിലേക്ക് നടന്നു കയറി അവരുടെ ആദ്യത്തെ അഭിസംബോധന, അത് വലിയ വാർത്തയാണ്. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും മെയിൻ ലീഡ് വാർത്ത അത് തന്നെയായിരിക്കും. അതൊരു ചരിത്ര നിമിഷം കൂടിയായിരുന്നു. മുർമുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ അഭിസംബോധന കേൾക്കാൻ അവരെന്താണ് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്നതാണ്. വളരെ നീണ്ട ദീർഘമായ ഒരു പ്രസംഗമായിരുന്നു. അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കാരാണ്, സത്യത്തിനൊപ്പം നിൽക്കുന്ന സർക്കാരാണ്. അത്തരത്തിൽ അവരുടെ നയങ്ങൾ കൃത്യമായി പറയാൻ ആ പ്രസംഗത്തിൽ മുർമുവിന് സാധിച്ചു. ഏകദേശം 25 വർഷം മുന്നോട്ടുള്ള ഒരു ദീർഘവീക്ഷണമുള്ള പ്രഖ്യാപനം നടത്തിയെന്നാണ് കേന്ദ്ര സർക്കാർക്ക് അവകാശപ്പെടുന്നത്. കാരണം രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്നും രാജ്യം ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. ഇതിനോട് ചുവട് പിടിച്ചതാവും ബജറ്റ് എന്നതാണ് പ്രത്യേകത. അത്തരം ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാവുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ചില മരുന്നുകൾ അതിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സാമ്പത്തികമായി നമ്മൾ ഒരുപാട് മുന്നിലല്ല. ഒരുപാട് ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ സാമ്പത്തികമായി നമുക്ക് ക്ഷീണമുണ്ട്. അപ്പൊ അതിനൊക്കെ കൂടെയുള്ള ഒരു മരുന്ന് ഇപ്പൊ സജിത്ത് പറഞ്ഞ പോലെ ആ ഒരു ബജറ്റിൽ അതാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ സാധാരണക്കാരന് വേണ്ടിയുള്ള ബജറ്റ് എന്ന് എല്ലാ സർക്കാരുകളും പറയുന്നത് പോലെ മോദിയും ഇന്നലെ പറഞ്ഞത് അത് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റിനും പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാർക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരു ബജറ്റാകും തന്റേത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും മലയാളികൾക്ക് മുന്നിലേക്ക് ഒരു ബജറ്റ് ദിവസം കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് എന്ത് എന്നൊരു പൊതുചിന്ത, ഒരു പൊതുവായ കാര്യം നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത്. ഇപ്പം കേരളം ദീർഘനാളുകളായി നമ്മൾ പറയുന്ന പ്രശ്നമുണ്ട്. എയിംസ് മോഡൽ ആശുപത്രി കേരളത്തിൽ, ഒപ്പം തന്നെ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ, ഒപ്പം കേരള സർക്കാർ പ്രതീക്ഷയോടെ നോക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ അംഗീകാരം. ഇങ്ങനെയുള്ള വളരെ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നിരവധി ആവശ്യങ്ങൾ കേരളത്തിനുണ്ട്. കേരളത്തിന് ആ തരത്തിൽ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തായാലും നമ്മൾ നാഷണൽ ഡെസ്കിൻ്റെ പൊതുവായ സാഹചര്യം, കേരളത്തിൻ്റെ പ്രതീക്ഷകൾ, കേരളത്തിൻ്റെ മധ്യ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ, ഒപ്പം മലബാറിൻ്റെ പ്രതീക്ഷകൾ, ഇങ്ങനെ ഒരു സമഗ്ര ചിത്രത്തിലേക്കാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുകയാണ് പ്രഭാത കേരളത്തിൽ. അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതീക്ഷകൾ, ഈ ബജറ്റിന് മുന്നുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനായി നമുക്ക് ആദ്യം ദേശീയ തലത്തിൽ ഏത് രീതിയിലാണ് ഈ ബജറ്റിനെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കൊപ്പം ചേരുന്നത് MG മിഥുൻ. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം യൂണിയൻ ബജറ്റാണ്. കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ് ഇനി പൊതുജനങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് സർക്കാർ എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് കരുതി വെച്ചിരിക്കുന്നത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം നിർണായകമാണ് കേന്ദ്ര ബജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ? അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിനപ്പുറം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഈ കേന്ദ്ര ബജറ്റിൻ്റെ പ്രഖ്യാപനങ്ങളും എത്ര കണ്ട് ഒത്തുപോകും? നമുക്ക് എങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാം ബജറ്റിനെ? ഗുഡ് മോർണിംഗ് സജിത്ത്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന് ദേശീയതലം സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ. ഇന്ന് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഒട്ടേറെ ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായി നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ 9 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടക്കം മുൻപിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനപ്രിയ പദ്ധതികൾ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുകയാകും ധനമന്ത്രിയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുമെന്നാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2023-24 കാലത്ത് വളർച്ചാ നിരക്ക് 6.5 ആകുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് 7ന് മുകളിലേക്ക് പോയിരുന്നു. പക്ഷേ ഇത് നിലവിൽ 6.5 കുറയുമെന്നുള്ളൊരു റിപ്പോർട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ധനമന്ത്രി സഭയിൽ വെക്കുകയും ചെയ്തത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റ് ആയതിനാൽ നികുതി വർധനയ്ക്ക് സാധ്യതയില്ല. എന്നാൽ
സ്വകാര്യവൽക്കരണത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ ശ്രമം ഇത്തവണയുണ്ടാകും. ഇതിലൂടെ 75,000 മുതൽ 80,000 കോടിയെങ്കിലും സമാഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇത്തവണയുണ്ടാകും. കൂടാതെ തന്നെ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിനു പുറമെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കൽ, ആദായ നികുതി നിരക്കിൽ മാറ്റം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി ഉയർത്തൽ, 80C പ്രകാരമുള്ള ഇളവ് വർദ്ധിപ്പിക്കൽ, വർക്ക് ഫ്രം ഹോം അലവൻസ് പ്രഖ്യാപനം, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ, കൂടാതെ തന്നെ പാൻ കാർഡ്, ഏക ബിസിനസ് ID എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമോ അതോ നിലവിലെ അവസ്ഥ തുടരുമോ എന്നാണ് ഏവരും നിരീക്ഷിക്കപ്പെടുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തീരുമാനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നും ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. പ്രതീക്ഷകൾ എന്തൊക്കെ എന്നുള്ളതാണ് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദായ നികുതി നിരക്ക് സംബന്ധിച്ച് തന്നെയാണ്. ഇത് ഇടത്തരക്കാരെ ലക്ഷ്യമിട്ട ആദായ നികുതി നിരക്ക് പരിഷ്കരിക്കാനുള്ള പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിലുണ്ടായേക്കും. 80C 80D വകുപ്പുകൾക്ക് കീഴിലെ കിഴിവുകൾ വർദ്ധിപ്പിച്ചേക്കാനുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. തൊഴിൽ സൃഷ്ടിക്കുന്നതിന് ബജറ്റിൽ പ്രാമുഖ്യം നൽകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 5 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനം 20% നികുതി സ്ലാബിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് 10 മുതൽ 15% പുതിയ സ്ലാബ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചേക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടത്തരക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു വിവരം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു കോവിഡിൻ്റെയും ഒപ്പം തന്നെ പിന്നീട് വലിയ പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം വലിയ മുന്നോക്കം ഈ ഒരു മേഖലകളിലേക്ക് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. 10 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് നികുതി 30% നിന്ന് 25% കുറച്ചേക്കാമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചില സെസ് നിരക്കും കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ 80C വകുപ്പ് അനുസരിച്ച് നിക്ഷേപങ്ങൾക്കും ചെലവുകൾക്കും 1.5 ലക്ഷം രൂപ വരെ ഇപ്പോൾ പരമാവധി കിഴിവ് ലഭിക്കുന്നുണ്ട്. ഇത് 2 ലക്ഷമായി ഉയർത്താനും ഇടയുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖല തന്നെയാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ അതായത് ഇന്ത്യ സമീപകാല ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രക്ഷോഭമൊക്കെ അരങ്ങേറിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ച് കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധത്തിനും നിരവധി നാൾ അരങ്ങേറിയിരുന്നു ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ. അതിൽ ഈ കാർഷിക മേഖലയ്ക്കായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബജറ്റിലുണ്ടാകും. ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ ഒരു ബജറ്റിലുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഉദാരമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മിനിമം താങ്ങുവിലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പരിഷ്കാരം ഉറപ്പാക്കുക, ഒപ്പം തന്നെ കാർഷിക വായ്പയ്ക്ക് പലിശ ഇളവ് എന്നിങ്ങനെ കാർഷിക മേഖലയെ സംതൃപ്തിപ്പെടുത്തുന്ന പദ്ധതികൾ സർക്കാർ കൊണ്ടുവരാനാണ് സാധ്യത. മറ്റൊന്ന് സ്ത്രീ ശാക്തീകരണം സംബന്ധിച്ചുള്ളതാണ് തന്നെയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അമ്മമാർക്കും ഗർഭിണികൾക്കും വേണ്ടി കൂടുതൽ തുക വകയിരുത്താൻ ഉള്ള സാധ്യത മുന്നിലുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പോലുള്ള പരിപാടികൾ കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കാൻ അത് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ ഈ സ്ത്രീകൾക്ക് പെൻഷൻ പദ്ധതി ഇല്ലാത്തവർക്ക് പെൻഷൻ പദ്ധതി നൽകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചോ സർക്കാർ ചിന്തിച്ചേക്കാമെന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക രംഗത്തെ ലിംഗവ്യത്യാസം നികത്താൻ ധനസഹായം വർദ്ധിപ്പിക്കുമെന്നാണ് രാജ്യത്തെ സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ 17 വർഷം മുമ്പാണ് ഈ ജെൻഡർ ബജറ്റ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബജറ്റിൽ ഇതെല്ലാം ഉൾപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഈ ഹൈവേ റെയിൽവേ മേഖലകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വിശദമായി നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഹൈവേ റെയിൽവേ മേഖലകളിൽ സംയുക്തമായി 4 ലക്ഷം കോടിയിലധികം വകയിരുത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇത്തരത്തിൽ സംഭവിച്ചാൽ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വകയിരുത്തലാവും ഇതുമെന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ചിലവ് അടിസ്ഥാനമാക്കിയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ റോഡ് റെയിൽവേ മന്ത്രാലയങ്ങൾക്ക് 20 മുതൽ 30% വരെ വകയിരുത്തൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയത്തിന് 2 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. നിലവിലെ ചെലവുകൾ പരിഗണിക്കുമ്പോൾ അടുത്ത മാർച്ച് അവസാനത്തോടെ ആകെ ചെലവ് 2.1 ലക്ഷം കോടിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹൈവേ മന്ത്രാലയത്തിന്റെ വർക്കുകൾ പരിഗണിക്കുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ തുക ചിലവഴിക്കാൻ സാധിക്കുകയും ചെയ്യും. പണി പൂർത്തിയാവാത്ത നിരവധി ഹൈവേ പ്രോജക്റ്റുകൾ ഉണ്ട് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഏറെ നാളായി കാത്തിരിക്കുന്ന നിരവധി പ്രോജക്റ്റുകൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നിരവധി
മേഖലകളിൽ വലിയ രീതിയിലുള്ള ഇളവുകളും ഒപ്പം തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങളും ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മിഥുൻ പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഒപ്പം വികസനം ലക്ഷ്യമിട്ടുള്ള വികസനത്തെ എത്രത്തോളം വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാകും എന്നുള്ളതെന്നൊക്കെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം സ്ത്രീ സൗഹൃദമായ ബജറ്റ്, ജെൻഡർ ബജറ്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു വിഭാഗം നമുക്കിപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ഈ നിർധനരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു മോദി സർക്കാർ എന്ന് പറഞ്ഞു. ഒപ്പം ആധുനികവൽക്കരിച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്നല്ല, ഏറ്റവും പുതിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യം. അതിലൊന്നാണെന്ന് നമുക്ക് കരുതാം. അതായത് ഇന്ത്യ മുഴുവൻ, രാജ്യം മുഴുവൻ ഒരു റേഷൻ കാർഡ്, ഒരേ റേഷൻ കാർഡ് എന്നൊരു സംവിധാനം. ഒരു പക്ഷേ ഇവര് ബജറ്റിൽ ഉയർത്തിക്കാട്ടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ആയി അത് മാറിയേക്കാം. മിഥുൻ, അശ്വതി സൂചിപ്പിച്ചത് ഇടത്തരക്കാർക്കൊക്കെ ഇളവ് വരുന്ന ആ തരത്തിലുള്ള വളരെ ആകർഷകമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. അതിനുമപ്പുറം ഈ സാമ്പത്തിക അവസ്ഥയിൽ വളരെ മോശപ്പെട്ട് നിൽക്കുന്ന അവർക്ക് പിന്തുണ നൽകുന്ന, അല്ലെ അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന എന്ത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ആ തരത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. ആ തരത്തിലുള്ള ചില നീക്കിവെപ്പുകൾ ബജറ്റിൽ ഉണ്ടാകും. തീർച്ചയായും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു സൂചന നൽകുന്നത് തന്നെയായിരുന്നു സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടുതൽ, അതായത് രാജ്യത്തുടനീളം എല്ലാവർക്കും ഭവനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. കൂടാതെ തന്നെ ഈ ഏക റേഷൻ കാർഡ് സംവിധാനം, അത്തരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെ കൂടി കടത്തിക്കൊണ്ട്, അതായത് ഈ കോവിഡ് അടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ തന്നെയായിരുന്നു ഇടത്തരക്കാരെയും ഒപ്പം തന്നെ ചെറുകിട ബിസിനസ്സുകാരെയും വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണമടക്കമുള്ള കാര്യങ്ങൾ ഈ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടാതെ മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ തന്നെ അതിൻ്റെ ഒരു സൂചന നമുക്ക് ലഭ്യമായിരുന്നു. അതായത് പ്രതിപക്ഷം ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് ഇത് ഒരു നയപ്രഖ്യാപന പ്രസംഗമായിട്ടല്ല ഞങ്ങൾക്ക് തോന്നിയത്. അതായത് 2024 പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നൽകുന്നതിന് രീതിയിലുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായി രാഷ്ട്രപതിയുടെ മാറിയെന്നുള്ള വിമർശനങ്ങളൊക്കെ അവർ ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് ഇനി അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ, ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ധനമന്ത്രിയുടെ പെട്ടിയിൽ എന്ത് എന്നുള്ളത് കാര്യം അറിയാൻ. എന്തായാലും സാധാരണക്കാർക്കും ഒപ്പം തന്നെ മറ്റ് ചെറുകിട വ്യവസായ രംഗത്തുള്ള മേഖലയിൽ കഴിയുന്നവർക്കും കാർഷിക രംഗത്തുള്ള പ്രതിസന്ധികൾ അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ 2023 രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് മിഥുൻ പങ്കുവെക്കുന്നത്. എന്തായാലും മിഥുൻ തുടരുക, അല്ലെ? മിഥുൻ തുടരട്ടെ. കാരണം അവിടെ നിർമ്മലാ സീതാരാമന്റെ രാവിലെയുള്ള മൂവ്മെന്റുകളൊക്കെ നമ്മൾ ചെയ്യും. എനിക്ക് തോന്നുന്നു 7 മണിയോട് കൂടി തന്നെ നേരത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ധനമന്ത്രിയുടെ വസതിയിൽ അവരുടെ യാത്രയും അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ആരംഭിക്കും. ഫിനാൻസ് ഈ കമ്മിറ്റി, ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോ അടക്കമുള്ള വലിയ സെഷനുകളൊക്കെ പതിവാണ്. അത്തരം കാര്യങ്ങളും ഉണ്ടായി. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇനി നമ്മൾ കേരളത്തിന്റെ ഒരു പൊതു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വരാം, അല്ലേ? അതെ, നേരത്തെ സൈത്ത് പറഞ്ഞ പോലെ കേരളത്തിന് എന്ത് കിട്ടും, അത് നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, വിവിധ മേഖലകളിലുള്ളവരുടെ ആകാംക്ഷ എങ്ങനെയാണ് ബജറ്റിനെ കുറിച്ച്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവാം. തിരുവനന്തപുരത്ത് നിന്ന് നന്ദകുമാറാണ് ചേരുന്നത്. നന്ദൻ, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബജറ്റിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതീക്ഷകൾ ഇവിടെ ഉള്ളവർ പങ്കുവെക്കുന്നത്? പ്രത്യേകിച്ച് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും. എന്തൊക്കെയാണ് ആ പ്രതീക്ഷകൾ?
എന്തായാലും ഒരു പുതിയൊരു ദിവസമാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളവും ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിനായി കാത്തിരിക്കുന്നത്. ഒരുപാട് സ്വപ്ന പദ്ധതികൾ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളയിൽ അടക്കമുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ അടക്കമുള്ള പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുണ്ട്, ഈ പ്രവാസി ക്ഷേമ പദ്ധതികളുണ്ട്, എയിംസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വൻകിട പദ്ധതികൾക്ക് പച്ചക്കൊടി കേന്ദ്ര സർക്കാർ കാട്ടുമോ എന്നൊരു കാര്യത്തിൽ തന്നെയായിരിക്കും എന്തായാലും സംസ്ഥാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശ്വാസമായ ചില പദ്ധതികളും, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 50:50 എന്ന ഒരു രീതിയിലേക്ക് നിന്ന് മാറി അത് 60% ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുന്ന തരത്തിലേക്ക് അത് മാറണം എന്ന കാര്യങ്ങളും ഇപ്പോൾ സംസ്ഥാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിൽ ഈ ഒരു ഉണ്ടാകും, കേന്ദ്ര ബഡ്ജറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊക്കെ തന്നെ ഉണ്ടാകും എന്നൊരു കാര്യവും സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ തുക അത് സംസ്ഥാനത്തിന് വകയിരുത്തുകയാണെങ്കിൽ സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വൻകിട പദ്ധതികൾക്ക് പച്ചക്കൊടി കാട്ടുകയും ആശ്വാസമായ ചില പദ്ധതികൾ കൂടി സംസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ബഡ്ജറ്റായി മാറുകയും ചെയ്യുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതേസമയം GST അടക്കമുള്ള കാര്യങ്ങളുണ്ട്, സംസ്ഥാനം വിഹിതം തരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വിഹിതങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യവും കൂടി വരികയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് ആശ്വാസകരമായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് GST നടപ്പാക്കുന്നതിലും കേന്ദ്ര ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്നും കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണന മാറ്റണമെന്നും KN ബാലഗോപാൽ പറയുകയും ചെയ്തു. ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഒരു സമീപനം തന്നെ മാറുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് വലിയ ഗുണകരമാകുമെന്നും വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യമടക്കമുള്ള ഈ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളം മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ കേരളത്തിന് അർഹമായ ഒരു വിഹിതം അത് നിഷേധിക്കുന്നു എന്നൊരു ആരോപണവും സംസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് ആ ഒരു സമീപനം മാറുക. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലാണ് ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മുന്നിൽ നിൽക്കുന്നത്. ഇത്തരത്തിൽ മുന്നിൽ നിൽക്കുന്ന സമയത്തും കൃത്യമായ വിഹിതം അത് സംസ്ഥാനം അർഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്. സംസ്ഥാനത്തിന്റെ വികസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസവും വികസനവും അതോടൊപ്പം തന്നെ ഗതാഗത മേഖലയും. ഈ മേഖലയിലൊക്കെ തന്നെ ചില മാറ്റങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റെയിൽവേ നമ്മൾ എടുക്കുകയാണെങ്കിൽ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ മാറുന്നുണ്ട്. പക്ഷേ ഒരു ട്രെയിനുകളും സംസ്ഥാനത്തിന് കഴിഞ്ഞ 4-5 വർഷമായി ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. കാരണം വന്ദേ ഭാരത് ട്രെയിനുകൾ ഇല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഈ ഒരു ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം റെയിൽവേ ബഡ്ജറ്റ് എന്ന ഒരു ബഡ്ജറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു പൊതു ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ GST നടപടികൾ പിഴവുണ്ടെന്നും അത് അതാണ് നന്ദൻ. എന്തായാലും കേരളത്തിന്റെ ഒരു വലിയ പ്രതീക്ഷകളാണ് പൊതുവിൽ പങ്കുവച്ചത്. കേരളം എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്, കേരളം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊരു പൊതുചിത്രമാണ്. എന്തായാലും ഇതിന്റെ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. എന്തായാലും കേരളം വലിയ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. റെയിൽവേ അടക്കമുള്ള മേഖലകളിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം കേന്ദ്രം ഇത്തവണ കനിയും എന്ന ശുഭപ്രതീക്ഷ അതെ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പല കാര്യങ്ങൾ വരുമ്പോഴും വികസന കാര്യങ്ങളിലൊക്കെ വലിയ ആരോപണം, പരാതികളൊക്കെ വരുമ്പോൾ കേരളം പറയുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നുള്ളത്. അതേസമയം കേന്ദ്ര ഇപ്പം നമ്മുടെ ശ്രീ V മുരളീധരനാണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നത് കേന്ദ്രം തരുന്ന സാധനങ്ങൾ ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്നില്ല, തുക ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലൊരു വാദപ്രതിവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ ചാരിയൊരു അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ ബജറ്റിൽ മോദി സർക്കാർ നൽകുമോ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. അപ്പോൾ കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാണാം. ദേശീയപാത വികസനത്തിനും റെയിൽവേ വികസനത്തിനും പുറമെ ആരോഗ്യ മേഖലയുടെ വികാസത്തിനും കേന്ദ്രം തുക അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. തൊഴിലുറപ്പ് പദ്ധതികൾക്കായും കേന്ദ്ര ബജറ്റിൽ വിഹിതമുണ്ടാകണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള പദ്ധതി വിഹിതത്തിലും വർധനവ് വേണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു. GST വരുമാനത്തിലെ വീതം വയ്പ് നിലവിലെ 50:50 അനുപാതത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ 60:40 ആക്കണമെന്നും കേരളം കരുതുന്നു. വായ്പാ പരിധി കുറച്ച നടപടിയിലും തിരുത്തൽ വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. എന്നാൽ ഇക്കാര്യങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെയും അനുകൂല സൂചനകൾ ഉണ്ടായിട്ടില്ല. ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞ് ഒരു ഗ്രാന്റ് നൽകിക്കൊണ്ടിരുന്നത്, ആ ഗ്രാന്റ് നമുക്ക് തത്വദീക്ഷയൊന്നുമില്ലാതെ തരാവുന്ന ഗ്രാന്റ് അല്ല, ഈ ഒരു അടിയന്തരാവസ്ഥയിൽ തന്നതാണ്.
ആ ഗ്രാൻഡ് കുറച്ചതുകൊണ്ടാണ് കേരളം പ്രതിസന്ധി നേരിടുന്നത് എന്ന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ധനകാര്യ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയുണ്ടായാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത് അല്ലതാനും. സ്വപ്ന പദ്ധതികളൊന്നും അനുവദിച്ചില്ലെങ്കിൽ അടിസ്ഥാനപരമായി ലഭിക്കേണ്ട പണവും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങളും കേന്ദ്ര ബജറ്റിൽ അംഗീകരിക്കപ്പെട്ടാൽ തന്നെ അത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാകും. ന്യൂസ് 18 തിരുവനന്തപുരം.